ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ കുറച്ച് മലയാളം PYQs ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ക്രമമനുസരിച്ച് എന്ന അർത്ഥം വരുന്ന പദം ഏത്? ക്രമമനുസരിച്ച് എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രം ശരി, അതായത് അനുക്രമം. അപ്പോൾ ക്രമമനുസരിച്ച് എന്നർത്ഥം വരുന്ന പദം ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ആണ്, അനുക്രമം. ക്രമമനുസരിച്ച് എന്നതിൻ്റെ അർത്ഥം വരുന്ന പദം അനുക്രമം. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് 2 മാത്രം ശരി. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം എന്നതാണ് ചോദ്യം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. അടുത്ത ചോദ്യം: കൈയക്ഷരം എന്ന പദം പിരിച്ചെഴുതിയാൽ. കൈയക്ഷരം, ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം ശരി. അതായത് കൈ പ്ലസ് അക്ഷരമാണ് കൈയക്ഷരം. കൈ പ്ലസ് അക്ഷരമാണ് കൈയക്ഷരം. അടുത്ത ചോദ്യം: നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 2 മാത്രം ശരി. അതായത് ചക്രവാകം, ചക്രവാതം, ചക്രവാളം, ചക്രശ്വാസം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏത് എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2 മാത്രം ശരി. അതായത് ചക്രവാകം, അത് കഴിഞ്ഞ ചക്രവാതം, നെക്സ്റ്റ് ചക്രവാളം, നെക്സ്റ്റ് ചക്രശ്വാസം. അടുത്ത ചോദ്യം: ശരിയായ പദം കണ്ടെത്തുക. അസ്തമയം, അസ്തമനം, അസ്തമനം, അസ്തമയം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 മാത്രം ശരി. അസ്തമയം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായ പദം ഏതെന്ന് ചോദിച്ചാൽ അസ്തമയം. ഓപ്ഷൻ ബി 4 ആണ് റൈറ്റ് ആൻസർ, അതായത് അസ്തമയം. തായാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ചോദ്യം: യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, 2 മാത്രം ശരി. അതായത് ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? ഇതിൻ്റെ ആൻസർ ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം എന്നതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അദൃശ്യം, ദൃശ്യം, സദൃശ്യം, അദൃശ്യം എന്നാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് 3 മാത്രം ശരി. സദൃശ്യം. അപ്പോൾ ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്ന് ചോദിച്ചാൽ സദൃശ്യമാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം: സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് എന്നതാണ് ചോദ്യം. അർക്കൻ, മിഹിരൻ, ആദിത്യൻ, സുധാംശു എന്നതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് 4 മാത്രം ശരി. സുധാംശു. അപ്പോൾ സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുധാംശു. അപ്പോൾ അർക്കൻ, മിഹിരൻ, ആദിത്യൻ എന്നീ പദങ്ങളെല്ലാം സൂര്യൻ എന്നതിൻ്റെ പര്യായമാണ്. അപ്പോൾ സൂര്യൻ്റെ പര്യായം ഏതൊക്കെയാണ്? അർക്കൻ, മിഹിരൻ, ആദിത്യൻ. അടുത്ത ചോദ്യം: അടയുടെയുള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? അതായത് ഒരു കടങ്കഥ തന്നിരിക്കുന്നുണ്ട്, അടയുടെയുള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ് എന്നതാണ് ചോദ്യം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രം ശരി. അതായത് തേനീച്ചക്കൂട്. അടയുടെയുള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, അതായത് തേനീച്ചക്കൂട് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തെറ്റായ തർജ്ജമ ഏത്? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ തർജ്ജമ ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ,
അതായത് തെറ്റായത് ഇതിൽ ഒന്ന് മാത്രമാണ്. അതായത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നത് തെറ്റാണ്. ബാക്കിയുള്ളതൊക്കെ റൈറ്റ് ആൻസറാണ്. അതായത് തെറ്റായ തർജ്ജമ ഇതിൽ ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രം. അതായത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്ന് പറയുന്നത് തെറ്റാണ്. ബാക്കിയുള്ള 3 ഓപ്ഷൻസും കറക്റ്റ് തർജ്ജമ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, മണലരണ്യം. മണൽ പ്ലസ് അരണ്യം, മണലരണ്യം. മണൽ പ്ലസ് അരണ്യം, മണലരണ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, എയ്ക്ക്. അതായത് കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, എയ്ക്ക് എന്നതാണ് ആവർത്തന ശബ്ദമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, അലംഘനീയമായ അഭിപ്രായം. അതായത് വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അലംഘനീയമായ അഭിപ്രായം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? ഓളത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ആളം. ഓളത്തിൻ്റെ പര്യായം അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി, ആളമാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ശരിയായ പദം തിരിച്ചറിയുക. ശരിയായ പദം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അസ്തമയം, അസ്തമനം, അസ്തമാനം, അസ്താമയം. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അസ്തമയം. ശരിയായ പദം അസ്തമയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, വൈരുദ്ധ്യമാണ്. അതായത് സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷ് എന്നാണ് തന്നിരിക്കുന്നത്, വൈരുദ്ധ്യമാണ് എന്നതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മരങ്ങൾ പിരിച്ചെഴുതുക. അതായത് മരങ്ങൾ എന്ന ആ ഒരു വാക്കിനെ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, മരം പ്ലസ് കൾ. അപ്പോൾ മരങ്ങളെ എങ്ങനെ പിരിച്ചെഴുതാം? മരം പ്ലസ് കൾ ആണ് മരങ്ങൾ. മരം പ്ലസ് കൾ ആണ് മരങ്ങൾ. അടുത്ത ചോദ്യം. വട്ടം പ്ലസ് പലക. ഇതിനെങ്ങനെ ചേർത്തെഴുതാം? വട്ടം പ്ലസ് പലക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, വട്ടപ്പലക. വട്ടം പ്ലസ് പലകേനെ ചേർത്തെഴുതിയാൽ നമുക്ക് വട്ടപ്പലകയാണ് കിട്ടുന്നത്, വട്ടപ്പലക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏത്? കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം ഏത്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, കൾ എന്നതാണ് വചനപ്രത്യയം. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, കൾ ആണ് ഇതിലെ വചനപ്രത്യയം. അടുത്ത ചോദ്യം. ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും തമ്മിൽ മാലയിട്ടു എന്നതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഒ വി വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയം ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയും. ഒ വി വിജയൻ രചിച്ച ചെങ്ങന്നൂർ വണ്ടി എന്ന ചെറുകഥയുടെ പ്രമേയമാണ് അധികാരഘടനയുടെ നിഷ്ഠൂരതയും അതിൻ്റെ തകർച്ചയും. അടുത്ത ചോദ്യം. വന്യ സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഈ വരികളിലൂടെ കവി വെളിവാക്കുന്ന ആശയം എന്താണ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ, മനുഷ്യജീവിതം നശ്വരമാണ്. അപ്പോൾ മുകളിൽ 2 വരി തന്നിട്ടുണ്ട്, അതിലെ ആശയം എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി, മനുഷ്യജീവിതം നശ്വരമാണ് എന്നതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാരാ നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാരാ
നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏത്? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ബാല്യകാലസഖി. ബാല്യകാലസഖിയാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എം.ടി. വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏതു വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യമാണ് റൈറ്റ് ആൻസർ. എം.ടി. വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ല് ഏതു വിഭാഗത്തിൽ പെടുന്നു? ബാലസാഹിത്യത്തിലാണ് പെടുന്നത്. അടുത്ത ചോദ്യം. വേൾ പ്ലസ് തു ഇസ് ഈക്വൽ ടു വേട്ടു ഇതേതു സന്ധി വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ആദേശസന്ധി. വേൾ പ്ലസ് തു ഇസ് ഈക്വൽ ടു വേട്ടു എന്ന് തന്നിരിക്കുന്നു. ഇത് ഏത് സന്ധി വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ആദേശസന്ധിയിൽ പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിപരീത പദം വ്യയം. വ്യയം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആയം. അപ്പോൾ വ്യയം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ആയം. വ്യയം ആയം എന്നതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമേത്? ഓപ്ഷൻ സി സ്വാമികളാണ് റൈറ്റ് ആൻസർ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികളാണ് റൈറ്റ് ആൻസർ. ശൈലി വ്യാഖ്യാനിക്കുക. പുസ്തകപ്പുഴു. പുസ്തകപ്പുഴു എന്നതിൻ്റെ ശൈലി വ്യാഖ്യാനിക്കുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പ്രായോഗിക ജ്ഞാനം കുറഞ്ഞവൻ. പുസ്തകപ്പുഴു എന്നതിൻ്റെ ശൈലി വ്യാഖ്യാനിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി പ്രായോഗിക ജ്ഞാനം കുറഞ്ഞവൻ എന്നതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. വിസ്തര ഭയത്താൽ ലേഖനം നീട്ടുന്നില്ല. ശരിയായ വാക്യം ഓപ്ഷൻ എ. വിസ്തര ഭയത്താൽ ലേഖനം നീട്ടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അബദ്ധജഡിലം. ശരിയായ പദം അബദ്ധജഡിലമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റപ്പദമാക്കുക. സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ അറിയുന്നവൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രയോഗാഭിജ്ഞൻ. സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ അറിയുന്നവൻ എന്നതിനെ ഒറ്റപ്പദമാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പ്രയോഗാഭിജ്ഞൻ എന്നതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ശരിയായ പരിഭാഷ ഏത്? സെറ്റിൽമെൻറ്റ്. സെറ്റിൽമെൻറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ധനനിശ്ചയം. സെറ്റിൽമെൻറ്റ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ ധനനിശ്ചയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിരിച്ചെഴുതുക. അബ്ജം. അബ്ജത്തിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പ് പ്ലസ് ജം. അബ്ജം എന്ന പദത്തിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ അപ്പ് പ്ലസ് ജം എന്നതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എതിർലിംഗം ഏത്? പൗത്രൻ. പൗത്രൻ എന്നതിൻ്റെ എതിർലിംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പൗത്രി. പൗത്രൻ എന്നതിൻ്റെ എതിർലിംഗം ഓപ്ഷൻ സി പൗത്രിയാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.